ഹായ് ഹലോ വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാനൊരു 400 ഗ്രാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാ വെളുത്തുള്ളികളും ഒരേ സൈസ് ആവാൻ നോക്കുക. ഏറ്റവും വലുതാണ് കിട്ടുന്നതെങ്കിൽ അത് രണ്ടായിട്ട് മുറിച്ചിടാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരേ സൈസുള്ള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 400 ഗ്രാം വെളുത്തുള്ളിയാണ് കേട്ടോ. 450 ഗ്രാം ഉണ്ടായിരുന്നു. ഞാനത് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലിയൊക്കെ കളയുമ്പോഴത്തേക്ക് 400 ഗ്രാം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മുതൽ 15 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ള വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഏതൊരു അച്ചാർ തയ്യാറാക്കുന്നതിനും നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ നല്ലത്. ഇത് നമുക്ക് എടുത്ത് മാറ്റിയ ശേഷം അടുത്ത ചട്ടിയിൽ വീണ്ടും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഏകദേശം ഒരു 150 ഗ്രാമോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയ ശേഷം ഒരു ഇഞ്ചി 1 ടീസ്പൂൺ നന്നായിട്ട് സ്ക്വയർ രൂപത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഇട്ട് കൊടുക്കുക. ശേഷം 2 പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ശേഷം ഞാൻ ഇടുന്നത് ഉലുവയാണ്. ഉലുവ നമുക്ക് നന്നായിട്ട് പൊടിച്ചു ഇട്ട് കൊടുക്കുക, അല്ലാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു എടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ആദ്യം തന്നെ ഇടാതിരുന്നത് കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിത് മീഡിയം എരിവ് വേണമെന്നനുസരിച്ചാണ് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എനിക്ക് അച്ചാറുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഞ്ചി അച്ചാറും അതുപോലെ വെളുത്തുള്ളി അച്ചാറുമാണ് കേട്ടോ. അവസാനം നമുക്ക് നന്നായിട്ട് ഇതുപോലെ വഴണ്ടി വന്ന ശേഷം വെളുത്തുള്ളി നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒട്ടും തന്നെ വിനാഗിരിയോ വെള്ളമോ ഒഴിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ചാറിലൊക്കെയും തന്നെയും വിനാഗിരിയൊക്കെ ഒഴിക്കാറുണ്ട്. എനിക്കതിനോടൊരു താല്പര്യമില്ല. വിനാഗിരി നമുക്ക് എപ്പോഴും വയറ്റിന് നല്ലതല്ല കേട്ടോ. അതുകൊണ്ട്